أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه البررة وعلى من أتبعه أجمعين أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله مولانا العظيم. طائر لاہوتی اس رزق سے موت اچھی जिस रिज़्क़ से आती है परवाज़ में कोताही. धाराओ सिकंदर से वो मर्द फ़क़ीरौला हो जिसकी फ़क़ीरी में भूए असदुल्लाही. ഏറ്റവും പ്രിയം നിറഞ്ഞ ഉമ്മ പെങ്ങന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവന്റെ ഗതിവിഗതികളിൽ നിരന്തരമായി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ചില ബോധപൂർവമായ പ്രശ്നങ്ങളും വേദനകളും പരിദേവനങ്ങളും പരിഭവങ്ങളും ഒക്കെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ്. ഇന്ന് ഓരോ മനുഷ്യന്റെയും മുഖത്ത് അനുഭവപ്പെടുന്ന സമ്മർദ്ദം, ഓരോ മനുഷ്യന്റെയും ഹൃദയാന്തരങ്ങളിൽ അവർ പേറി നടക്കുന്ന വേദനകൾ, കുടുംബങ്ങളും നാടും നഗരവും സമൂഹവും പ്രസ്ഥാനങ്ങളും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോക സാഹചര്യം, മനുഷ്യന്റെ പ്രതീക്ഷകൾക്കും ആശകൾക്കും പ്രത്യാശകൾക്കും തെല്ലൊരു സാധ്യത പോലും നൽകാതെ കൂടുതൽ ജീർണിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാമൂഹ്യാന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. ഇത്തരം സദസ്സുകൾ ശ്രദ്ധേയമാകുന്നതും അത് ഒരു ആചാരമെന്നോ ഒരു അനിവാര്യതയെന്നോ എന്നതിനേക്കാളെല്ലാം ഉപരി തികച്ചും അത്യന്താപേക്ഷിതമായ ഒരു സാമൂഹ്യ ധർമ്മമായി മാറുന്നത് അവിടെയാണ്. ചർച്ച ചെയ്യപ്പെടേണ്ടതും ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും പറയേണ്ടതും പങ്കുവെക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും തിരുത്തേണ്ടതും തിരുത്തിക്കേണ്ടതും ഒക്കെ അങ്ങനെയൊരു കാലഘട്ടത്തിന്റെ അത്യന്താപേക്ഷിതമായ ഒരു സാമൂഹ്യ ധർമ്മമായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശ്രുതനായ ഒരു ചിന്തകൻ പറഞ്ഞൊരു വാക്കുണ്ട്, വെൻ യു സോ എ തോട്ട്
you reap an action. When you sow an action, you reap a habit. When you sow a habit, you reap a character. When you sow a thought, എപ്പോഴാണ് നിങ്ങൾ ഒരു ചിന്തയെ ലോകത്ത് വിത്ത് വിതക്കുന്നത് പോലെ വിതച്ചെടുക്കുന്നത്, then you reap an action. അപ്പൊ നിങ്ങൾക്ക് ഫലമായി ലഭിക്കുന്നതാണ് പ്രവൃത്തി. മനുഷ്യനൊരു ചിന്തക്ക് തയ്യാറെടുക്കുമ്പോൾ, ഒരു ചിന്തക്ക് മാനസികമായി ഒരുങ്ങുമ്പോൾ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ഫലമാണ്, ഏറ്റവും വലിയ സന്തോഷമാണ്, ദൈവം കൊടുക്കുന്ന വരദാനമാണ് യഥാർത്ഥത്തിൽ പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രവൃത്തികൾ ഉണ്ടാകുമ്പോഴോ, when you sow an action, ഒരു പ്രവൃത്തിക്ക് ഒരു മനുഷ്യൻ, ഒരു സമൂഹം, ഒരു പ്രദേശം തുടക്കം കുറിക്കുമ്പോൾ അവിടെ അവര് ശീലിക്കുന്നത്, അവർ നേടിയെടുക്കുന്നത് you reap a habit. ഒരു ശീലത്തെ നിങ്ങൾ സ്വയം സൃഷ്ടിക്കുകയാണ്. ഒറ്റയും തെറ്റയുമായി തുടങ്ങി വെക്കുന്ന പ്രവർത്തനങ്ങൾ അത് നാടിന്റെയും സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും വ്യക്തിജീവിതത്തിന്റെയും ശീലങ്ങളായി മാറുമ്പോൾ അതൊരു കാലഘട്ടത്തിന്റെ, ഒരു സമൂഹത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ അടയാളവും ചിത്രവുമായി മാറുന്നത് അവിടെയാണ്. അങ്ങനെ ചില ഗുണകരമായ ശീലങ്ങൾ, ചില ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ, അത് വഴിവെക്കുന്ന ഏറ്റവും ധാർമ്മികമായ ചില പൊതുശീലങ്ങൾ, പൊതുമര്യാദകൾ, ഇവയെല്ലാം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സജീവമായി വരുമ്പോൾ മൂന്നാമതൊരു പ്രാധാന്യമുള്ള ഒരു വിഷയം വരുന്നു. When you sow a habit, you reap a character. ഇങ്ങനെ കുറെ ശീലങ്ങൾ, മാസത്തിലൊരു സദസ്സ്, ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ, കുടുംബജീവിതത്തിൽ ചില ശീലങ്ങൾ, വ്യക്തി ജീവിതത്തിൽ ചില ശീലങ്ങൾ, എല്ലാം ചില ചിന്തകളിൽ നിന്നും ചില പ്രവർത്തികളിൽ നിന്നും ഉരുവം കൊണ്ടതാണ് ശീലങ്ങൾ അത്രയും. ആ ശീലങ്ങളാവട്ടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, അവന്റെ കുടുംബത്തിൽ, അവന്റെ വിശ്വാസപരമായ യാത്രയിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയുള്ള, അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടിയുള്ള മനുഷ്യന്റെ നിരന്തരമായ യാത്രയിൽ അവൻ നേടിയെടുക്കുന്നതാവട്ടെ ക്യാരക്ടർ അഥവാ വ്യക്തിത്വം എന്നൊരു ഘടകമാണ്. വ്യക്തിത്വം ഒരു പൊടുന്നനെ രൂപപ്പെടുന്ന ഒരു ഘടകമല്ല എന്ന് ചുരുക്കം. ബാപ്പക്ക് ഒരു വ്യക്തിത്വമുണ്ട്, ഉമ്മക്ക് ഒരു വ്യക്തിത്വമുണ്ട്, സഹോദരന് ഒരു വ്യക്തിത്വമുണ്ട്, സ്വന്തം മക്കൾക്ക് അതിൻ്റെതായ ഒരു വ്യക്തിത്വമുണ്ട്. അങ്ങനെ ആണിനും പെണ്ണിനും, എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യരായി പിറന്നവർക്കെല്ലാം ലോകത്ത് അവരെ വിശിഷ്ടമാക്കുന്നത്, ഇതര ജീവജാലങ്ങളിൽ നിന്ന് അവരെ സമ്പൂർണനാക്കുന്നത്, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള, ദൈവം കനിഞ്ഞരുളിയ ഈ ഒരു വ്യക്തിത്വത്തിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ്. ഓരോരുത്തരും ചുമതലപ്പെടുത്തിയത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തെരഞ്ഞെടുത്തത് ഏറ്റവും മാന്യമായി ആരാണോ തന്റെ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കുന്നത്. അത് ഒരു മാസ്ക് അല്ല, ഒരു മുഖമൂടിയല്ല. മുഖമൂടിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ സംസ്കൃതിയിൽ ഉണ്ടായിരുന്നു, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. വ്യക്തിത്വം എന്നോ പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന എന്റെ ഒരു ജാടയാണ്, മുഖമൂടിയാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം. അവിടെ നിന്ന് സമൂഹം മാറി. അള്ളാഹുവിന്റെ ഹബീബ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സമൂഹത്തെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി കണ്ടിരുന്ന വ്യക്തിത്വത്തിന്റെ, ജീവിതത്തിന്റെ വിശുദ്ധിയുടെ മാനങ്ങളിലേക്ക് പിന്നെ മെല്ലെ മെല്ലെ സമൂഹം നടന്നെടുക്കാൻ തുടങ്ങി. ഇന്ന് ആളുകൾ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു, കപടമായ പൊയ്മുഖങ്ങളല്ല, നേരെ മറിച്ച് ഉള്ളിന്റെ ഉള്ളിൽ സംശുദ്ധമായ വ്യക്തിത്വത്തിന്റെ, സംശുദ്ധമായ തനിമയുടെ, ആളുകൾക്കിടയിൽ മതിപ്പുണ്ടാക്കുന്ന രൂപത്തിന്റെ, മാതൃകയുടെ ഒരു പ്രതലത്തിലാണ് യഥാർത്ഥ വിശ്വാസം കുടികൊള്ളുന്നത് എന്ന് ചുരുക്കം. അങ്ങനെ വരുമ്പോ ഈ പ്രദേശത്തുകാരായ നിങ്ങൾ ഇതുപോലെയൊരു സദസ്സിനും ഇത്തരമൊരു വിഷയത്തെ തെരഞ്ഞെടുക്കാനും കാണിക്കുന്ന ശുഷ്കാന്തി അതൊരു ചിന്തയുടെ ലക്ഷണമാണ്, അതൊരു പ്രവൃത്തിയുടെ അടയാളമാണ്. അതിലൂടെ നിങ്ങൾക്ക് സ്വപ്നം കാണാം, നിങ്ങൾക്ക് കൊതിക്കാം, നിങ്ങൾക്ക് പ്രത്യാശിക്കാം ഇത് നാളെ നിങ്ങളുടെ കുട്ടികളുടെ ശീലമായി മാറുമെന്ന്. നിങ്ങളുടെ നാടിന്റെയും കുടുംബങ്ങളുടെയും അനിർവചനീയമായ മാറ്റങ്ങളുടെ, ഗുണകരമായ ചലനങ്ങളുടെ ഒരു അടയാളപ്പെടുത്തുന്ന ശീലങ്ങളായി അത് മാറ്റിയെടുക്കൽ എളുപ്പമാണ്. ശീലങ്ങൾ ആവുകയാണെങ്കിൽ ആവട്ടെ അത് നല്ല വ്യക്തിത്വങ്ങളുടെ, ഒരു നല്ല സമൂഹ നിർമ്മിതിയുടെ, ഒരു ക്രിയാത്മകമായ ഒരു സമൂഹത്തിന്റെ വ്യക്തിത്വം അടയാളപ്പെടുത്താൻ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളുന്ന ഭാഗ്യത്തിന്റെ തുടക്കമാണ് ഇത്തരം ചില ചിന്തകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഇടത്ത് നിന്ന് തുടങ്ങേണ്ടി വരും. നമ്മൾ ഇരിക്കുന്നത് പോലും ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, പ്രവർത്തികൾ അത്രയും മനുഷ്യന്റെ കരുത്തിന്റെ സൃഷ്ടികളാണ്.
ഉള്ളിൽ കരുതുന്നതെന്തോ അതിന്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രവർത്തികൾ അത്രയും. ലോകത്ത് കഴിഞ്ഞുപോയ മതങ്ങളെല്ലാം പലയിടങ്ങളിൽ സമാഗമിക്കുന്നത് കാണാം. ഹിന്ദുമതമാവട്ടെ, ക്രൈസ്തവ മതമാവട്ടെ, ഇസ്ലാം മതമാവട്ടെ, കഴിഞ്ഞുപോയ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് പോലെയുള്ള വളരെ നാമമാത്രമായ പ്രദേശങ്ങളിലും കാലഘട്ടങ്ങളിലും നിലനിന്നിരുന്ന മതവിചാരങ്ങൾ അടക്കം ലോകത്ത് നടന്നിട്ടുള്ള ഇത്തരം പ്രത്യയശാസ്ത്രങ്ങളെല്ലാം ഒരു പോയിന്റിൽ ഒന്നിക്കുന്നത് കാണാം. ആ പോയിന്റ് അള്ളാഹുവിന്റെ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ പ്രഭാഷണങ്ങളുടെയും മാറ്റത്തിന്റെയും എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയും തുടക്കമായി അടയാളപ്പെടുത്തിയ വാക്കിൽ നിന്നാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. പ്രവർത്തികൾ അത്രയും കരുത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെയാവണം പണ്ഡിതന്മാരെല്ലാം ഹദീസുകൾ ഉദ്ധരിക്കുന്നിടത്ത് ഏറ്റവും ആദ്യം ഭൂരിഭാഗം ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസിനെയാണ് ഉദ്ധരിക്കുന്നത് ആദ്യമായി. ഇതിന്റെ ഒരു പൊരുൾ, മനുഷ്യ ജീവിതത്തിന്റെ ആ കെട്ടിടം പണിയേണ്ടത്, അവന്റെ പ്രവൃത്തിയുടെ ഈ വിശാലമായ ഈ കെട്ടിടം പണിഞ്ഞെടുക്കേണ്ടത് അത് മുകളിൽ നിന്നല്ല, അത് മനോഹരമായ ചുമരിൽ നിന്നല്ല, അനിർവചനീയമായ മാറ്റത്തിന്റെ, അഭിലഷണീയമായ ഒരു തുടക്കത്തിന്റെ ലക്ഷണം ആരംഭിക്കേണ്ടത് അടിത്തട്ടിൽ നിന്ന്, അത് ഹൃദയാന്തരങ്ങളിൽ നിന്ന് രൂപപ്പെടേണ്ടുന്ന ഇത്തരം ഒരു വിചാരത്തിൽ നിന്നാണ്. ആ വിചാരമാവട്ടെ നിയ്യത്താണ്. ആ നിയ്യത്തിനാവട്ടെ എല്ലാ മതങ്ങളും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് കരുത്ത്. നമുക്കറിയാം പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയധികം ആവർത്തിച്ചൊരു വചനം, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. പ്രവർത്തനങ്ങൾ അത്രയും മനുഷ്യന് അവന്റെ കരുത്തിന്റെ, അവന്റെ വിശ്വാസത്തിന്റെ, ആലോചനയുടെ, വിചാരപ്പെടലിന്റെ പ്രതിഫലനമാണെന്ന് പ്രവാചകൻ പറയുമ്പോൾ മറുഭാഗത്ത് വീണ്ടും പ്രവാചകൻ പറഞ്ഞു ഇന്നമാ ലിക്കുല്ലി ഇംറിഇൻ മാ നവ. അതിന്റെ ഫലത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ഇതിന്റെ റിസൾട്ടിനെ കുറിച്ച്. മനുഷ്യൻ കരുതിയതെന്തോ അത് അവന് കൊയ്തെടുക്കാൻ പറ്റും. മനുഷ്യൻ ഉന്നം വെച്ചതെന്തോ അവിടേക്ക് അവൻ എത്തുക തന്നെ ചെയ്യും. പക്ഷെ ഉന്നം ഹൃദയത്തിൽ നിന്ന് സംശുദ്ധമായി വെക്കാൻ കഴിയണം. ആ ഒരു കരുത്ത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഓരോ മനുഷ്യനും നാട്ടിവെക്കാൻ കഴിയണം. ഇതേ വിചാരമാണ് ലോകത്ത് കഴിഞ്ഞുപോയ മതങ്ങളെല്ലാം പങ്കുവെച്ചത്. ബൈബിളിൽ നമുക്ക് കാണും ശ്രദ്ധേയമായ ഒരു വാക്ക്, വാട്ട് എ മാൻ തിങ്ക് സോ ഈസ് ഹി. ഒരു മനുഷ്യൻ അവൻ ചിന്തിക്കുന്നത് എന്താണോ ആ ചിന്തിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അവൻ. ഒരു മനുഷ്യൻ ആലോചിക്കുന്നത് എന്താണോ ആ ആലോചനയാണ് അവൻ. ഒരു മനുഷ്യൻ കരുതി വെക്കുന്നത് എന്താണോ അതാണ് അയാൾക്ക് നേടിയെടുക്കുന്ന നേട്ടമെന്ന് പറയുന്നത്. ഇതേ സമാനമായ പദമാണ് ഉപനിഷത്തുകളിലും ഇടയ്ക്കിടെ ആവർത്തിച്ചു വരുന്ന ഒരു വാക്ക്. നിങ്ങൾ വിതക്കുന്നതേ മനുഷ്യൻ കൊയ്തെടുക്കുകയുള്ളൂ. അവൻ നനച്ചിടുന്നതെന്തോ അതവന് നേടിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. വിത്തിറക്കിയ മനുഷ്യരാരും നിരാശരാവുന്നില്ലല്ലോ. വിത്തിറക്കിയ മനുഷ്യരാരും നിരാശരാവുന്നില്ലല്ലോ. ഇങ്ങനെ ലോകമതങ്ങളുടെ വിചാരധാരകൾ എത്രയും ഒരു സമൂഹത്തിന്റെ ഒരു പോയിന്റിൽ മനുഷ്യന്റെ പ്രവർത്തികൾ ആരംഭിക്കേണ്ടത് എവിടെയാണ് എന്നതിൽ എല്ലാം അള്ളാഹുവിന്റെ സംശുദ്ധമായ ഉറവിടത്തിൽ നിന്നാണ് പ്രവാചകന്മാരത്രയും സഞ്ചരിച്ചതെന്ന പോലെ ലോകത്തിന്റെ മതങ്ങളെല്ലാം തെറ്റിയും മറിഞ്ഞു ഒരേ ഉറവിടത്തിന്റെ നന്മയിൽ നിന്ന് ഉറവ കൊണ്ടതാണ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ വാക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിനും തുടക്കത്തിനും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്കും ഇത്തരം ചില ആലോചനകളും ചിന്തകളും പ്രവർത്തികളും ശീലങ്ങളും ആരംഭിക്കാനും അവന്റെ ഹൃദയത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കടന്നു വരേണ്ടുന്ന ഒന്നാണ്. കാരണം ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുഭാഗത്ത് നടന്നൊരു സംഭവമുണ്ട്. വാഹനം കുറുകെ മുറിച്ചു കടക്കുന്ന ചെറുപ്പക്കാരായ കുറെ ആളുകൾ, തിരക്ക് പിടിച്ച റോട്ടിലൂടെ ഈ വാഹനം മുറിച്ചു കടക്കുന്ന കുറെ കുഞ്ഞുങ്ങളും അതിലേറെ കുടുംബങ്ങളും ഒക്കെ ഇങ്ങനെ റോഡ് മുറിച്ചു കടക്കുകയാണ്. പെട്ടെന്ന് ചീറിപ്പാഞ്ഞു വന്നൊരു വാഹനം അതിദ്രുതഗതിയിൽ അടുത്തു വരികയും ഈ വാഹനം അവിടെ റോഡ് ക്രോസ് ചെയ്യുന്ന കുറുകെ കടക്കുന്ന ആളുകളെ അത്രയൊന്നും ഗൗനിക്കാതെ മത്സരിച്ചോടി വന്ന വാഹനം നേരെ അവരുടെ ശരീരത്തിലേക്ക് ഇരച്ചു കയറി. ഒന്ന് രണ്ട് കുട്ടികളുടെ ശരീരത്തിലൂടെ ആ വാഹനത്തിന്റെ ടയർ കയറി. അതിനിടയിൽപ്പെട്ട് ആ പാവപ്പെട്ട എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലെ പ്രിയപ്പെട്ട പൈതലുകൾ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി, വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി, കാലിട്ടടിക്കാൻ തുടങ്ങി. ചോര വാർന്നൊലിക്കുന്ന ശരീരവുമായി നിന്ന് പിടക്കാൻ തുടങ്ങി. അവർ വിളിച്ചു പറഞ്ഞു. ആ കുഞ്ഞുങ്ങള് അവസാനത്തെ നെടുവീർപ്പിട്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന അവസാനത്തെ നിമിഷം ആ റോഡരികിൽ നിന്നുകൊണ്ട് കാണുന്ന മനുഷ്യപ്പറ്റുള്ള ആളുകളെ മുഴുവനും നോക്കി വിളിച്ചു പറയുകയാണ്, രക്ഷിക്കണേ, രക്ഷിക്കണേ.
നിങ്ങൾ അറിയുമോ, സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് അവകാശപ്പെടുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ ശരിക്ക് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഭിമാനത്തോടെ പ്രകീർത്തിച്ച് പുൽകിപ്പറഞ്ഞ നമ്മുടെ ഈ കേരളീയതയുടെ സാംസ്കാരികതയുടെ മണ്ണിൽ, ഈ മലയാളത്തിന്റെ മണ്ണിൽ നൂറുകണക്കിന് ചെറുപ്പക്കാർ അതുവഴി വാഹനത്തിൽ കടന്നു വന്നിട്ട് ബസ്സിൽ നിന്നും വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങി ആ ടയറിനടിയിൽ കടന്ന് ചോര വാർന്നൊലിക്കുന്ന ശരീരവുമായി പിടയുന്ന പാവങ്ങളുടെ ശരീരത്തെ കൈപിടിച്ച് കൈത്തലത്തിൽ കിടത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിരുന്നില്ല അവരുടെ ശുഷ്കാന്തി. അതിലേറെയും പ്രായം 18 കഴിഞ്ഞ് 25-ന്റെയും 30-ന്റെയും ഇടയിലുള്ള യുവത്വം നഷ്ടപ്പെടാത്ത ചുറുചുറുക്കുള്ള പ്രായത്തിലെ പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു അതിലേറെയും. അവർ നിന്ന് ചിത്രം പിന്നീട് പത്രങ്ങളിൽ നമ്മൾ വായിച്ചു. ആ ചിത്രം നമ്മളെ എല്ലാവരെയും മലയാളിയുടെ മനസ്സിനെ കുലുക്കിക്കൊണ്ടുവന്ന ഒരു ഫോട്ടോ ആയിരുന്നു. എന്താ രംഗം? ചോരയൊലിക്കുന്ന ശരീരവുമായി കിടക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളും പാവപ്പെട്ട അപകടത്തിൽപ്പെട്ട ആളുകളും ഒരു ഭാഗത്ത് കിടക്കുകയാണ്. മാറി മാറി നിന്ന് 18 കഴിഞ്ഞ നമ്മുടെ കേരളക്കരയിലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ അവരുടെ പോക്കറ്റുകളിൽ നിന്ന് ക്യാമറ മൊബൈലുകൾ എടുത്ത്, പിക്സൽ ക്യാമറകൾ എടുത്ത്, എന്നിട്ട് ഈ രംഗം ലൈവായി ഒപ്പിയെടുക്കാൻ, ആ രോഗം കൊണ്ട് ഈ ഇത്തരത്തിലുള്ള ചോര വാർന്നൊലിക്കുന്ന ശരീരവുമായി വ്രണിതബാധിതമായി പിടയുന്ന പാവങ്ങളുടെ ഏറ്റവും ചൂടുള്ള ചിത്രം പകർത്താൻ, എന്നിട്ടൊരു പത്രക്കാരന്റെ മനസ്സ് കാണിക്കാൻ ഇവിടുത്തെ ആബാലവൃന്ദം വരുന്ന ചെറുപ്പക്കാര് തയ്യാറാകുന്ന ഒരു കാലഘട്ടം. ചോര അവർക്ക് പേടിയില്ല, വീഴുന്ന മനുഷ്യന്റെ കരച്ചിലുകൾക്ക് അവർക്ക് പേടിയില്ല. എരിയുന്ന, പുകയുന്ന, വയറിന്റെ ഉള്ളിൽ നിന്ന് ആളിക്കത്തുന്ന, പട്ടിണി കൊണ്ട് പരിവട്ടം കൊണ്ട് പ്രയാസപ്പെടുന്നവന്റെ തേങ്ങിക്കരയലുകളെ കുറിച്ച് അവർ ചിന്തിക്കുന്നേയില്ല. അവർക്ക് ചിന്തയില്ല, അപ്പോൾ പ്രവൃത്തി ഉണ്ടാവുന്നില്ല. അവർ കാര്യമായി പ്രവർത്തിക്കുന്നില്ല, അപ്പോഴവർക്ക് ശീലങ്ങൾ ഉണ്ടാവുന്നില്ല. ശീലങ്ങൾ സ്വന്തമായി പകുത്തെടുക്കാത്തത് കൊണ്ട് അവർക്ക് ഒരു ക്യാരക്ടറും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട യുവാക്കളെ നോക്കി, ആ യുവാക്കളാണ് നാടിന്റെ ശാപമെന്ന് വിളിച്ചു പറഞ്ഞ് കൂകിപ്പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെച്ചതുകൊണ്ട് പ്രയോജനമില്ല, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകില്ല. നേരെ മറിച്ച് ചില ആലോചന മനസ്സിന്റെ ഭാഗമായി രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. എങ്ങനെ ഇത് സംഭവിച്ചു? ഇതിന് സമാനമായ ഒരു സംഭവം നമ്മുടെ കേരളക്കരയിൽ നമ്മൾ ഈ അടുത്തായി പത്രത്തിൽ വായിച്ചു. റോഡ് ഹൈവേയിൽ ഏറ്റവും കൂടുതൽ നിമിഷങ്ങൾക്കകം തലങ്ങും വലങ്ങും നൂറുകണക്കിന് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിമറയുന്ന ഒരു നാഷണൽ ഹൈവേയിൽ തന്റെ ഭാര്യയും മകളുടെയും കൈപിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും കൈ പിടിച്ച് പെട്ടെന്ന് പിടിവിട്ടു പോയ ഒരു പാവപ്പെട്ട പൈതല് അതിലൂടെ ചീറി വരുന്ന ഒരു വാഹനത്തിന്റെ ഒരു കാറിനടിയിൽപ്പെടുന്നു. ചോര വാർന്നൊലിക്കുന്ന ശരീരവുമായി ഭാര്യയും ഭർത്താവും ഓടി പെറുക്കിയെടുക്കുന്നു തന്റെ പ്രിയപ്പെട്ട പൈതലിനെ. കയ്യിൽ പിടുത്തി ആ 2 കൈകളിൽ ഈ കുഞ്ഞിനെ കിടത്തിയിട്ട് അതുവഴി പോകുന്ന നൂറുകണക്കിന് വാഹനങ്ങളുടെ നേരെ കൈ നിവർത്തി. ഒരു ഭാഗത്ത് ഭാര്യയും ഒരു ഭാഗത്ത് ഭർത്താവും കൈ ചൂണ്ടി. ആരും നിർത്തിയില്ല. എല്ലാവരും ചില്ലിനുള്ളിലൂടെ തലയിട്ട് നോക്കി. ഒരു പ്രത്യേക മന്ദസ്മിതത്തോടെ, ഒരു പ്രത്യേക സഹതാപ തരംഗത്തോടെ, ഒരു സിംപതറ്റിക് മോഡിൽ നോക്കി ചിരിച്ച് ഒരു പാവമെന്ന് പറഞ്ഞുകൊണ്ട് വാഹനങ്ങൾ അത്രയും പോയി. നിങ്ങൾ അറിയുമോ, 20 മിനിറ്റ് സമയമാണത്രേ ഈ ദമ്പതിമാർ ചോര വാർന്നൊലിച്ച് ഈ ലോകത്തോട് വിട പറയാനിരിക്കുന്ന തന്റെ ഗർഭാശയത്തിൽ നിന്ന് നൊന്ത് പ്രസവിച്ച പാവപ്പെട്ട കുഞ്ഞ് കൈത്തലത്തിൽ കടഞ്ഞ് പിടഞ്ഞ് ലോകത്തോട് വിട പറയുമ്പോൾ ഇവളെ ഒന്ന് കൊണ്ടുപോകാൻ ഒരു ലിഫ്റ്റ് തരാൻ സൗകര്യപ്പെടാത്ത, അതിനു പോലും തയ്യാറാകാത്ത സാംസ്കാരികതയുടെ ഈ സുന്ദരമായ കളിത്തൊട്ടിൽ വിരാജിക്കുന്ന പുതിയ തലമുറ അങ്ങോട്ട് ചിന്തിച്ചതേയില്ല. 20 മിനിറ്റ് കഴിഞ്ഞു പത്രേ മനസാക്ഷിപ്പറ്റുള്ള ഒരാൾ വന്നിട്ട് ആ കുഞ്ഞിനെ കൂട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ആലോചിക്കുക, എവിടെയാണ് ധാർമ്മികത പിഴച്ചത്? എവിടെയാണ് നമ്മുടെ യുവത്വം നമ്മുടെ കൈവിട്ടുപോയത്? അവരെ കുറ്റം പറഞ്ഞിട്ട് പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ യുവാക്കൾ മാത്രമാണോ ഈ നാശത്തിന്റെ കാരണക്കാർ? ഈ ഒരു ആലോചനയിൽ നിന്നുകൊണ്ട് മാത്രമേ യുവത്വവും യുവതയും സമൂഹവും എന്ന വിഷയത്തെ നമുക്ക് ചർച്ചക്കെടുക്കാൻ കഴിയുകയുള്ളൂ. കാരണം യുവത്വം ഇന്ന് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നത് അവർ ചെയ്ത നന്മകളുടെ പേരിലല്ല, നേരെ മറിച്ച് അവരുടെ പേരിൽ ലോകത്ത് നടക്കുന്ന തിന്മകളുടെ പേരിലാണ് ഇന്ന് ലോകം അത്രയും അവരെ ഓർക്കുന്നത്. ഇത്തരത്തിലുള്ള സർഫ്രാസുമാരിലൂടെ, നവാസുമാരിലൂടെ, നസീറുമാരിലൂടെ ലോകത്തോർത്തുകൊണ്ടിരിക്കുന്നു ഇത്തരം ചെറുപ്പക്കാരെ കുറിച്ച്. ആരാ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർക്ക് വെള്ളവും വളവും നൽകി അവരുടെ സാംസ്കാരികമായ സകല തനിമകളെയും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായും വിഭാടനം ചെയ്ത് ലോകത്തിന്റെ ശത്രുവായി, രാജ്യത്തിന്റെ ശത്രുവായി, സമുദായത്തിന്റെ ശത്രുവായി, ഒരു ഉമ്മയുടെ സ്വന്തം നൊന്ത് പ്രസവിച്ച ഉമ്മയുടെ പോലും ശത്രുവായി ഈ മക്കളെ മാറ്റിക്കൊണ്ടുവന്ന സാമൂഹ്യ സാഹചര്യം എന്താ? അതിനെ തിരിച്ചറിയാൻ
എന്നിട്ട് അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടേ എന്റെ പ്രിയമുള്ളവരെ? തൊപ്പിയണിഞ്ഞവരെ എല്ലാം കലാപകാരികളായി കാണുന്ന ഒരു നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെ ഒരു ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? താടി വെച്ചുകൊണ്ട് ആർക്കെങ്കിലും സ്വന്തം വിശ്വാസപരമായ ചടങ്ങുകളോടുകൂടി ആരുടെയെങ്കിലും മുമ്പിൽ ഇറങ്ങാൻ പറ്റുമോ? സഹോദര മതസ്ഥരുടെ മുമ്പിൽ പോകാൻ പറ്റുമോ? കാരണം എന്താ? അവർ തെറ്റിദ്ധരിച്ചു തുടങ്ങിയിരിക്കുന്നു. കോഴിക്കോട്ട് നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് ഞാനൊരു 5 വർഷം മുമ്പ് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ട കണ്ണുകളല്ല ഇന്ന് കോഴിക്കോട്ട് നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാൾ കാണുന്നത്, എനിക്ക് കാണേണ്ടി വരുന്നത്. കണ്ണുകളിൽ നിറയെ ആശങ്കയും വ്യാകുലതയും അങ്കലാപ്പും നിറഞ്ഞു നിൽക്കുന്ന ഏതോ ഒരു കലാപകാരിയുടെ ചിത്രം ഓരോ മുസൽമാന്റെയും ഓരോ വിശ്വാസിയുടെയും കണ്ണിലേക്ക് പറിച്ചിടുകയാണ്. എന്നിട്ട് പറയുന്നു, ഇവരും ആ രാജ്യത്തിന് കടക്കൽ കത്തിവെക്കുന്ന നീതിബോധത്തിന്റെ, ധർമ്മബോധത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, മതേതരത്വത്തിന്റെ നന്മകളെ കാറ്റിൽ പറത്തുന്ന ക്രൂരരായ ആളുകളുടെ കണ്ണിൽ പെടേണ്ടവരാണ് ഇവരുമെന്ന രൂപത്തിൽ നിഷ്പക്ഷമതികളായ വിശ്വാസികളെ പോലും കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടുത്തെ ബഹുമത സമൂഹത്തിന് വന്നല്ലോ. ആലോചിക്കുക, ഇതിന്റെ കാരണക്കാരാരാ? എങ്ങനെ സംഭവിച്ചു ഈ തെറ്റിദ്ധാരണ? മുസ്ലിം സമൂഹം ഇന്ന് പ്രതിക്കൂട്ടിലാണല്ലോ. ഇവിടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന് മാത്രമല്ല, 3ാം ലോക രാജ്യത്തിൽ മാത്രമല്ല, ലോകമാസകലം ഏറ്റവും കൂടുതൽ എതിരിടപ്പെടുന്ന ഒരു മതം ഇസ്ലാമാണ്. ഇസ്ലാമാണ് ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നം. 91കൾക്ക് മുമ്പ് ലോകത്തിന്റെ ചർച്ച 991കൾക്ക് മുമ്പ് ഇസമായിരുന്നു, ഒരു സിദ്ധാന്തമായിരുന്നു. കമ്മ്യൂണിസം പോലെയുള്ള ആശയങ്ങളായിരുന്നു ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്, എതിർക്കപ്പെട്ടിരുന്നത്. പക്ഷെ 91കൾക്ക് ശേഷം നമ്മൾ കണ്ടത് മതങ്ങളെയാണ് ലോകത്ത് പ്രതിക്കൂട്ടിൽ നിർത്തിയത്. അങ്ങനെയൊരു ചിന്തയാണ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന സംസ്കാരങ്ങളുടെ സംഘടനമെന്ന് പരിചയപ്പെടുത്തിയ സാമുവൽ ഹണ്ടിങ്ടന്റെ അടക്കമുള്ള ലോകത്തിലെ ബുദ്ധിജീവികൾ അത്രയും നടത്തിക്കൊണ്ടിരിക്കുന്ന നാട്യം ഇസ്ലാമിനെ ഭയക്കുക. വൈ? ഇസ്ലാമിനെ ഭയക്കുക, ഈ ഇസ്ലാമിക സമൂഹത്തെ പേടിക്കുക. എന്തുകൊണ്ട്? മുസ്ലിം സമൂഹം എന്ത് തെറ്റ് ചെയ്തു? ലോകത്ത് കലാപങ്ങൾ ഉണ്ടാക്കിയവരെല്ലാം മുസ്ലിങ്ങളാണോ? ലോകത്ത് കലാപത്തിന്റെ മാത്രം പ്രതിനിധികളാണോ മുസ്ലിങ്ങൾ? അവർക്കുണ്ടല്ലോ ആയിരക്കണക്കിന് വർഷങ്ങളുടെ അധികാരത്തിന്റെ ചരിത്രമുള്ളവരല്ലേ മുസ്ലിം സമൂഹം? അവരെവിടെയാ ലോകത്തിന്റെ സമാധാനത്തിന്, രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവെച്ചത്? എന്നിട്ടും എന്തേ ഇങ്ങനെ എണ്ണിയെടുക്കാൻ കഴിയുന്ന ആളുകളുടെ പേരിൽ ഈ സമുദായം ഒരു തെറ്റിദ്ധാരണയുടെ, സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കേണ്ടി വരുന്നത്? ഇവിടെ ആലോചിക്കുക, നമ്മുടെ യുവാക്കളെ കൊണ്ടുപോയത് നേർവഴിയിലേക്കാണോ? ഇനി കൈവിട്ടുപോയ യുവാക്കളെ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കൈവെള്ളയിൽ കൈകഴുകി സന്തോഷത്തോടെ മാറി നിൽക്കാൻ എനിക്ക് പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? ഈ സമുദായത്തിന് പറ്റുമോ? നസീറുമാരുടെ തലയിൽ കെട്ടി മാത്രം ഈ സമുദായത്തിന്റെ ഉത്തരവാദിത്വത്തെ വെക്കാൻ കഴിയുമോ? ഇല്ല. എന്റെ ബാധ്യതയാ, നിങ്ങളുടെ ബാധ്യതയാ. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ്, ഖുർആനിന്റെ പേര് പറഞ്ഞ്, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഹദീസുകൾ പറഞ്ഞ് ഈ സമുദായത്തിനും രാജ്യത്തിനും സമൂഹത്തിനും നിരക്കാത്ത പ്രവർത്തികളിലേക്ക് പോയാൽ അതിന് ഉത്തരവാദി അതത് നാടുകളാണ്, ഈ സമുദായമാണ്, മുസ്ലിം സമൂഹം ഒന്നടങ്കമാണ്. അങ്ങനെ പോകാതിരിക്കാൻ, എന്റെ വീട്ടിൽ പിറന്ന മക്കൾ അങ്ങനെ പോവാതിരിക്കാൻ, എന്റെ കുടുംബത്തിലുള്ള ചെറുപ്പക്കാരെങ്ങനെ പോകാതിരിക്കാൻ ചില മുൻകരുതലുകൾ, ആലോചനകൾ, ചില ചിട്ടകൾ, ചില ശീലങ്ങൾ, ചില പ്രവർത്തികൾ, അതുവഴി ചില ചിന്തകൾ, ഇത് രൂപപ്പെടേണ്ടത് അനിവാര്യമാണെന്ന് മറ്റാരെക്കാളും എളുപ്പം ബോധ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. ഇത് വെച്ചുകൊണ്ട് വേണം ആലോചിക്കാൻ. തെറ്റിദ്ധാരണകളിൽ ഭയപ്പെടേണ്ടതില്ല. പക്ഷേ തെറ്റിദ്ധാരണകൾ കർമ്മോത്സുകരാക്കണം നമ്മളെ. എന്തിന്? ന്യായത്തിന്റെ ഭാഗത്ത് സമൂഹത്തെ നിർത്താൻ, നീതിയുടെ ഭാഗത്തേക്ക് പുതുതലമുറയെ കൊണ്ടുപോകാൻ, മതേതരത്വത്തിന്റെ കണ്ണിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ. അങ്ങനെ ഒരു ബഹുമത സമൂഹമായ നാനാവിധ ജാതി വിഭാഗങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ ആരെയും വേദനിപ്പിക്കാതെ, ആരെയും നൊമ്പരപ്പെടുത്താതെ ഒരു വലിയ സമൂഹത്തിന്റെ പുനർനിർമ്മിതിക്ക് വേണ്ടി പുതിയ കാലഘട്ടത്തിൽ യുവാക്കളെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? അവനവന്റെ വീട്ടിൽ വളർന്നു വരുന്ന തന്റെ പ്രിയപ്പെട്ട മക്കളെ ഈ സമൂഹത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ? രക്ഷിതാക്കൾ ആലോചിക്കേണ്ടത് അവിടെയാണ്. മക്കൾ ഒരു ദിവസം മദ്യപിച്ച് ലക്ക് കിട്ടും മതോന്മത്തനായി വീട്ടിൽ കയറി വന്ന് അവർ കൂകി വിളിക്കുമ്പോ, അവർ കളിയാക്കുമ്പോ, സ്വന്തം ഭാര്യയുടെ മാറിടത്തിലേക്ക് കയറി പിടിച്ച് ആക്രമിക്കാനുള്ള ഒരു വെമ്പലോടുകൂടി കടന്നു വരുമ്പോ, എന്തിന് സ്വന്തം അമ്മയുടെ കൈപ്പിടിയിലേക്ക് സ്വന്തം അമ്മയുടെ ശരീരം പോലും കാമവൃത്തിക്ക് വേണ്ടി, കാമനിർവൃത്തിക്ക് വേണ്ടി കാണുന്ന ഒരു തലമുറയുടെ ഒരു ഗതികേടിലേക്ക് രാജ്യം മാറുമ്പോ, പുതുതലമുറ മാറുമ്പോ, അന്ന് കൈമലർത്തി റബ്ബേ എന്തുപറ്റി, ദൈവമേ എന്തുപറ്റി എന്നോ പറഞ്ഞുകൊണ്ട് കൈമലർത്തിയത് കൊണ്ട് പ്രയോജനമില്ല. ആലോചിക്കേണ്ടിടത്ത് ആലോചനകൾ ഉണ്ടാവണം, ചിന്തിക്കേണ്ടിടത്ത് ചിന്തകൾ ഉണ്ടാവണം, പ്രവർത്തികൾ ഉണ്ടാകേണ്ടിയിരുന്നിടത്ത് പ്രവർത്തികൾ ഉണ്ടാവണം. ഇത്തരത്തിൽ ശീലങ്ങളെ വളർത്തേണ്ട കാലത്ത് ശീലങ്ങൾ വളർത്തണമായിരുന്നു. ഇവിടെയാണ് ഇസ്ലാമിന്റെ സംസ്കാരം എടുത്തു കാട്ടേണ്ടി വരുന്നത്.
മുസ്ലിം സംസ്കാരം പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ അനുയായികളിൽ അടക്കം ലോകത്തുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ മാതൃക ഇവിടെയാണ് പ്രസക്തമാവുന്നത്. എന്തിന്? പ്രവാചകന്റെ കാലം കഴിഞ്ഞു, ഖുലഫാഉർ റഷീദീന്റെ കാലം കഴിഞ്ഞു, ഉമയ്യദിന്റെ കാലം കഴിഞ്ഞു, അബ്ബാസി വിഭാഗത്തിന്റെ കാലം കഴിഞ്ഞു, അതിനുശേഷം വന്ന ഇടക്കിടക്ക് രൂപപ്പെട്ട ചെറുകിട രാജ്യങ്ങളുടെയും ചെറുകിട ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെയും കാലം കഴിഞ്ഞു. ഒടുവിൽ ഇന്ത്യ രാജ്യത്തിലേക്ക് മുസ്ലിങ്ങൾ ഭരണത്തിന് വന്നു. അന്ന് ഇസ്ലാമികമായ കെട്ടുറപ്പൊന്നും കാര്യമായി അവർക്കുണ്ടായിരുന്നില്ല. എല്ലാം ഇസ്ലാമികമായ ചിട്ടയോടൊന്നും ആയിരുന്നില്ല അവർ നടത്തിയത്. എന്നിരുന്നാൽ തന്നെയും ഇന്ത്യ രാജ്യത്തിൽ 1200 വർഷക്കാലം ഭരിച്ചത് മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങൾക്ക് അവർ പ്രതിനിധീകരിച്ചിരുന്നത് ഒരു ഇസ്ലാമിക വിശ്വാസത്തെയായിരുന്നു ഭൂരിഭാഗവും. അവരിൽപ്പെട്ട ഒരാളാണല്ലോ ഹുമയൂണിന് കത്തയച്ച തന്റെ പ്രിയപ്പെട്ട തന്റെ ബാബർ എന്ന് പറയുന്ന ലോകത്തിന്റെ വിശ്രുതനായി ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേരുകെട്ട ഒരു വ്യക്തിയുണ്ട്. ആ ബാബരി മസ്ജിദ് പണിത ഒരു വ്യക്തി. ആ ബാബറിന് ഈ രാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ ഈ ലോകത്തിലേക്ക് ഈ തന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായി അധികാരവുമായി ഇടപെടലുകളുമായി രാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ ലോകത്തൊക്കെ തന്റെ മകനയച്ചൊരു കത്തുണ്ട്. ആ കത്ത് ഇന്നും ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ അത് ഉദ്ധരിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്, ലോകം കണ്ട ഏറ്റവും വലിയ മാതൃകയായി ഇന്ത്യ കണ്ട മാതൃകായോഗ്യനായ നീതിമാൻ അത് ബാബറാണ്. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. ആലോചിക്കേണ്ടത്, ഇങ്ങനെ നമ്മുടെ അവസാനത്തെ ഹിസ്റ്ററി പോലും പഴയതിലേക്ക് പോവണ്ട, പ്രവാചകന്റെ കാലത്തേക്ക് പോവണ്ട, ഖുലഫാഉർ റഷീദീന്റെ കാലത്തേക്ക് പോവണ്ട, അബ്ബാസി ഉമ്മവി കാലഘട്ടങ്ങളിലേക്ക് പോവണ്ട, അതിനും ശേഷമുണ്ടായ കാലത്ത് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച രീതികളിൽ നിന്ന്, സമാധാനത്തിന്റെ സന്ദേശത്തിൽ നിന്ന് അധികാരത്തിന്റെ താല്പര്യങ്ങൾ കടന്നുകൂടിയ കാലത്ത് പോലും ഈ മുസ്ലിം സമൂഹം പഠിച്ചിട്ടില്ല. പിന്നെ എവിടെയാ ഇവിടുത്തെ യുവാക്കൾക്ക് കൈപ്പിടിയിൽ നിന്ന്, നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് അവർ നഷ്ടപ്പെട്ടു പോയത്? തന്റെ മകനയച്ച കത്ത് ഇന്നും വിസ്തൃതമാണ്. ബാബരി മസ്ജിദ് തകർത്തപ്പോ ബാബർ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ നന്മയുടെ, നീതിയുടെ, സമാധാനബോധത്തിന്റെ, മതേതരത്വത്തിന്റെ അതിന്റെ തലയിൽ കയറി നൃത്തം ചവിട്ടിയ കലാപകാരിയാണെന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അതിനെതിരെ ഈ ലോകത്ത് ഇവിടുത്തെ മതേതര ബുദ്ധിജീവികൾ കൊണ്ടുവന്നൊരു ഉദാഹരണമുണ്ട്. തന്റെ മകനയച്ചൊരു കത്ത്. ആ കത്ത് എന്തായിരുന്നു? അദ്ദേഹം എഴുതി, മകനെ, നീ പോകുന്നത് ഒരു ബഹുമത സമൂഹത്തിലേക്കാണ്. നീ ഭരണം നടത്തുന്നത് ഇന്ത്യ എന്നത് നാനാവിധ സമൂഹമുള്ള കാലമാണ്. അവിടെ ഹിന്ദുക്കളാണ് അവിടുത്തെ ആദ്യ വിശ്വാസികൾ. അവരാണ്, അവരുടെ നാടാണ് ഇന്ത്യ. നിങ്ങൾ അറിയുമോ, ഞാനും നിങ്ങളും ഇസ്ലാമിക വിശ്വാസവുമായി നമ്മുടെ പൂർവികന്മാർ ഇന്ത്യ രാജ്യത്തിലേക്ക് കടന്നു വന്നവരാണ്. ഇത് നമ്മുടെ രാജ്യമായിരുന്നില്ല. ഈ രാജ്യത്തിൽ ഹൈന്ദവ സുഹൃത്തുക്കളുടെ നന്മ കൊണ്ട് കണ്ടുപിടിക്കപ്പെട്ട, അങ്ങനെ ഉദ്ധരിക്കപ്പെട്ട, ലോകത്ത് അങ്ങനെ പ്രചാരം ലഭിച്ച മതങ്ങളാണ് ഇസ്ലാമും ക്രിസ്ത്യാനികളും ഒക്കെ. ഈ രാജ്യത്തിൽ ക്രൈസ്തവതയാകട്ടെ, ഇസ്ലാമാകട്ടെ, ഇതര പ്രത്യയ ശാസ്ത്രങ്ങളാവട്ടെ, ഈ മണ്ണിൽ വേരിറക്കാൻ കാരണം ഈ നാട്ടിൽ അങ്ങനെയൊരു സൗഹാർദ്ദത്തിന്റെ മണ്ണ്, അങ്ങനെയൊരു സൗഹാർദ്ദത്തിന്റെ മനസ്സ് എല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു വിശാലമായ ഒരു ബോധം ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ കാണിച്ചത് കൊണ്ട് മാത്രമായിരുന്നു. അങ്ങനത്തെ ഒരു നാട്ടിലേക്ക് തന്റെ മകനെ പറഞ്ഞേക്കുമ്പോ, അധികാരം കൈമാറുമ്പോ ബാപ്പ എഴുതി കൊടുത്ത കത്ത, നീ പോകുന്നത് ഒരു ബഹുമത സമൂഹത്തിലാണ്. അവിടെ ഏറെയും ഹൈന്ദവാചാരപ്രകാരം ജീവിക്കുന്ന നാട്ടുകളാണ്. അവിടെ നീ ചെന്നിട്ട് ഒരു പശുവിനെ അറക്കാൻ പോലും പാടില്ല. കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഒരു പശുവിനെ അറക്കാൻ പോലും പാടില്ല. മകൻ ചോദിച്ചു, എന്തുകൊണ്ടാ പശുവിനെ അറക്കാൻ പോലും പാടില്ല? എനിക്കൊരു രാജ്യത്തിന്റെ അധികാരം ഏൽപ്പിക്കുമ്പോ, ഒരു രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിക്കുമ്പോ, ആ ഭരണം കൈയാളുന്ന രാജാവിന് ആ നാട്ടിലെ പശുവിനെ അറക്കാനുള്ള അധികാരമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഭരണം നടത്തുന്നത്? മകന് സ്വാഭാവികമായും സംശയം തോന്നി. ബാബർ പറഞ്ഞ മറുപടി, നീ ഭരിക്കുന്നത് ഈ പശുവിനെ ദൈവമായി കാണുന്ന ഒരു നാട്ടിലാണ്, പശുവിനെ ആരാധിക്കുന്ന, ആദരിക്കുന്ന ഒരു നാട്ടിലാണ്. ആ നാട്ടിൽ ചെന്നാൽ നീ അതിനെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ തരത്തിലുള്ള വിവേചനങ്ങളും അരുതായ്മകളും നിന്റെ വിശ്വാസത്തിലേക്ക് നീ കൊണ്ടുവന്നാൽ അത് ഇസ്ലാമിലേക്ക്, അതിന്റെ ബലഹീനത, ദൗർബല്യം ഇസ്ലാമിലേക്ക് കടന്നു വരും. ഇസ്ലാം ഇല്ലാതായി മാറും. നിന്റെ സമുദായത്തിന് വിലയില്ലാതായി മാറും. കാരണം എന്താ? നീ ചെയ്തത് സമൂഹത്തിന്റെ പൊരുത്തത്തിന് നിരക്കാത്ത പ്രവൃത്തിയാകും എന്ന് പറഞ്ഞ് ഒരു പശുവിനെ അറക്കുന്നത് പോലും നാടിന്റെ നന്മക്ക് വേണ്ടി വേണ്ടെന്ന് പറഞ്ഞ ബാപ്പയുടെ മക്കൾ ഭരിച്ച നാട്. ആ നാട്ടിൽ പറഞ്ഞവരാണ് പിൽക്കാലത്ത് നസീറുമാരും സർഫറാസുമാരും ഫവാസുമാരുമായി മാറുന്നത്. ഈ മാറ്റം വെറുതെ ഉണ്ടായതല്ല. ഈ മാറ്റം വെറുതെ കുറ്റം പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റില്ല. ഇവിടെ ആഴത്തിൽ ആലോചിക്കണം. ഇത്തരം സദസ്സുകൾ, ഇത്തരം മഹല്ലുകൾ, ഇത്തരം കൂട്ടായ്മകൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. സമൂഹത്തിൻ്റെതല്ലാത്തതായി യുവാക്കൾ മാറുന്നത് എന്തുകൊണ്ടാണ്? ഒരു യുവത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ വാക്കുകളിലൂടെ ലോകത്തെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. യദുല്ലാഹി അലൽ ജമാഅ. അല്ലാഹുവിന്റെ കരുത്ത് കൂട്ടായ്മയുടെ കരുത്തില.
കൂട്ടായ്മ എന്ന് പറയുന്നത് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ നന്മയോടെയുള്ള പ്രവർത്തനമാണ്, സഹജീവനമാണ്. അത് നിലനിൽക്കുമ്പോഴാണ് അള്ളാന്റെ പൊരുത്തം പോലുള്ളത്. നിങ്ങൾ ആലോചിക്കുക, വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ഈ ഒരു യാഥാർത്ഥ്യത്തെ ലോകത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടത് നിരന്തരമായി ചർവണം നടത്തി വരാറുള്ള ഒരു ലോകത്തിന്റെ വേദനയെയും ദുഃഖത്തെയും വീണ്ടും വീണ്ടും പറഞ്ഞ് സങ്കടപ്പെട്ട് പിരിഞ്ഞു പോകാനല്ല ഞാൻ എന്റെ വിഷയാവതരണത്തെ കാണുന്നത്. ഇതിൽ നിന്ന് മാറി ചില ചിന്ത രക്ഷിതാക്കൾ എന്ന നിലയിൽ, നാട്ടുകാരെന്ന നിലയിൽ, കുടുംബം എന്ന നിലയിൽ നമ്മുടെ ചിന്തയിലേക്കും പ്രവൃത്തിയിലേക്കും കടന്നു വരാനുള്ള ഏതാനും ചില സൂചനകൾ തന്ന് അവസാനിപ്പിക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സൂറത്തിൽ ഒരു വളരെ വിശ്രുതമായ ഒരു സൂറത്ത് ഖുർആനിൽ ഉണ്ട്. അത് പറയുന്നത് അലം നശ്റഹ് ലക സദ്റക, ശറഹ് സൂറത്ത്. ഈ ശറഹ് സദ്റിനെ വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ് അലം നശ്റഹ് ലക സദ്റക. ശറഹ് സദ്ർ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ വിശാലത. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു മനുഷ്യന് കിട്ടാവുന്ന അറബിയിൽ ഒരു ചൊല്ല് തന്നെ ഉണ്ട്. അറബികളൊക്കെ ഇപ്പോഴും പരസ്പരം പറയുന്ന ഒരു ചൊല്ലുണ്ട്, ശറഹ് സദ്രി മിൻ തൗഫീഖില്ല. മനസ്സിന്റെ വിശാലത എന്ന് പറഞ്ഞാൽ അള്ളാന്റെ തൗഫീഖാണ് എന്ന് ചുരുക്കം. നിങ്ങൾ ആലോചിക്കുക, എല്ലാ പ്രയാസങ്ങളുള്ള സമയത്ത് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സമാധാനം തോന്നുക അള്ളാന്റെ പൊരുത്തമാണ്, അള്ളാഹുവിന്റെ തൗഫീഖാണ്. വീട് നിങ്ങളുടെ ഒരു കുടിലാകുമ്പോഴും ആ കുടിലിനുള്ളിൽ മനസ്സിൽ സമാധാനം ഉണ്ടാവുക അള്ളാഹുവിന്റെ തൗഫീഖാണ്. സ്വന്തം മകന് ഒരു ബൈക്ക് ആക്സിഡന്റിൽപ്പെട്ട് ലോകത്തോട് വിട പറയുന്നു, ആ മയ്യത്ത് കൊണ്ടുവന്ന് വീട്ടുമുറ്റത്ത് കൊണ്ടുപോയി വെക്കുമ്പോഴും ഉമ്മക്കുള്ളിന്റെ ഉള്ളിൽ ഒരു വിശാലത തോന്നുക, റബ്ബേ നീ തന്ന കുട്ടിയെ നീ തന്നെ എടുത്തു, എനിക്ക് സങ്കടമില്ല, നാളെ സ്വർഗത്തിൽ കാണിച്ചു തരണേ തമ്പുരാനെ എന്ന് പറയുമ്പോൾ ആ മനസ്സിലുണ്ടാക്കേണ്ട ഒരു വിശാലതയുണ്ടല്ലോ, ആ വിശാലത അള്ളാഹുവിന്റെ തൗഫീഖാണ്. നിങ്ങളുടെ വീട്ടിൽ സുഖകരമായി ഒരു മാളികപ്പുറത്തേറി ജീവിക്കുന്ന സുന്ദരമായ ഒരു കൊട്ടാര സമൃദ്ധമായ ജീവിതം കഴിച്ചു കൂട്ടുന്ന നിങ്ങൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കച്ചവടം പൊളിഞ്ഞ്, സാമ്പത്തികമായി ഇടിഞ്ഞ്, വിലയിടിഞ്ഞ്, വരുമാനം തകർന്ന് പെട്ടെന്ന് വീടും കൂടും വിട്ട് ഒരു വാടക വീട്ടിലേക്ക് പോകേണ്ടി വരുമ്പോ ആ ഉമ്മക്ക്, മക്കൾക്ക്, കുടുംബത്തിന് ഉണ്ടാക്കേണ്ട ഒരു മനസ്സില്ലേ, റബ്ബേ തന്നത് നീ ആ സമ്പത്ത്, നീ എടുത്തു കളഞ്ഞു, പരാതിയില്ല, പരിഭവമില്ല, അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് സംശുദ്ധയോടുകൂടി മനസ്സിന്റെ വിശാലത കാത്തു സൂക്ഷിക്കാൻ കഴിയുക ഹാദാ മിൻ തൗഫീഖില്ല, അള്ളാഹുവിന്റെ തൗഫീഖിൽ പെട്ടതാണത്. ആ തൗഫീഖിനെ വിശദീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെയൊരു യുവത്വം ഈ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയി എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്ന ഒരു വചനമുണ്ട്. ആ വചനമാണ് അലം നശ്റഹിന്റെ വരികൾ. അതിനെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകനെ ഉത്ബോധിപ്പിച്ച് പറഞ്ഞ വാക്കുകളാണ്. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖല ദഹ്റക വറഫഅനാ ലക ദിക്റക. അല്ലയോ പ്രിയപ്പെട്ട പ്രവാചകരെ, അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ ഹൃത്തടം നാം വിശാലമാക്കി തന്നില്ലേ. അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ ഹൃത്തടം നാം വിശാലമാക്കി തന്നില്ലേ. വീണ്ടും പറയുന്നു അല്ലദീ വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖല ദഹ്റക, അങ്ങയുടെ പിടികൂടിയ നൊമ്പരങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, ചുമലിലേറ്റിയ ഭാരങ്ങളിൽ നിന്ന് ഇറക്കി വെച്ച് അങ്ങയുടെ ഭാരങ്ങളെ മുഴുവനും അങ്ങേക്ക് വേണ്ടി നാം ഇറക്കി തന്നില്ലേ നബിയേ. അല്ലാഹു പറയുന്ന മൂന്നാമത്തെ തൗഫീഖ് വീണ്ടും ഇതാ വറഫഅനാ ലക ദിക്റക, എന്നിട്ട് അങ്ങയുടെ ദിക്റിനെ, പേരിനെ, ഖ്യാതിയെ ലോകത്തുയർത്തിയില്ലേ നബിയേ. പ്രവാചകനോട് പറയുന്ന ഏറ്റവും പ്രവാചകന് കൊടുത്ത തൗഫീഖുകളെ എണ്ണി എണ്ണി അല്ലാഹു ചോദിക്കുകയാണ്. അലം നശ്റഹ് ലക സദ്റക, അങ്ങ് പ്രയാസം അനുഭവിക്കുന്ന സമയത്തും ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങേക്ക് വിശാലത തോന്നിയില്ലേ നബിയേ. ഉള്ളിന്റെ ഉള്ളിൽ ഒരു സമാധാനം തോന്നിയില്ലേ. സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയപ്പോഴും, ഹിജ്റ പോകേണ്ടി വന്നപ്പോഴും, പലായനം ചെയ്യേണ്ടി വന്നപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ പ്രിയപ്പെട്ട നബിയേ അങ്ങേക്കൊരു വിശാലത അനുഭവപ്പെട്ടില്ലേ. ഇന്നല്ലാഹ മഈ, എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്നൊരു തോന്നൽ അനുഭവപ്പെട്ടില്ലേ. ആ വിശാലത തന്നവനാരാ? അല്ലാഹുവല്ലേ, സർവാധിനാഥനായ തമ്പുരാനല്ലേ. അങ്ങ് പുറപ്പെട്ടപ്പോ, അങ്ങ് നാട് വിട്ട് ത്വായിഫിലേക്ക് പോയപ്പോ കല്ലെടുത്തെറിഞ്ഞ് ശരീരമാസകലം മുറിവ് വരുത്തി രക്തം വാർന്നൊലിക്കുന്ന കാലുകൾ കണ്ടുകൊണ്ട് മാലാഖമാര് വന്നിട്ട് ചോദിച്ചു, ആ മലമടക്കിൽ ഉൾപ്പെടുത്തി ഈ ക്രൂരന്മാരായ ജനങ്ങളെ ഞങ്ങൾ നശിപ്പിക്കട്ടെ നബിയേ. പ്രവാചകൻ പറഞ്ഞു, വേണ്ട, അങ്ങനെ അവരെ നശിപ്പിക്കണ്ട, അങ്ങനെ അവരെ തകർക്കണ്ട, അങ്ങനെ അവരെ തകർക്കേണ്ടതില്ല. ആരെങ്കിലും ഒരാൾ നാളെ ഇസ്ലാം സ്വീകരിച്ചു വന്നാൽ അത് മതി, അത് മാത്രം മതി എന്ന പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫാന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ. അങ്ങനത്തെ പ്രവാചകനായ അങ്ങേക്ക്
പിന്നീട് ഒരു നാൾ മദീനയിലേക്ക് പോയപ്പോ പ്രിയപ്പെട്ട ഈ പൂർണ്ണ ചന്ദ്രനിതാ ഞങ്ങൾക്ക് മുമ്പിൽ വെളിവായിരിക്കുന്നുവെന്ന് പറഞ്ഞ് പ്രവാചകനെ അഖിലം സകിലൻ പാടി കൂട്ടിക്കൊണ്ടുപോയ നാട്ടുകാരില്ലേ, ആ നാട്ടുകാരുടെ അങ്ങനെ കല്ലെടുത്തെറിഞ്ഞിരുന്ന നാട്ടുകാരിൽ നിന്ന് സ്വീകരിച്ച് പരവതാനി വിരിച്ചാനയിക്കുന്ന നാട്ടിലേക്ക് അങ്ങയുടെ സൗകര്യത്തെ മാറ്റിയില്ലേ. വവലന അങ്ക വിസറക്, അങ്ങയുടെ ഭാരത്തെ നാം ഇറക്കി തന്നില്ലേ നബിയെ. അല്ലവി അങ്കലറക്, പിരടിയിലേറ്റ ഭാരങ്ങൾ അത്രയും ഇറക്കി തന്നില്ലേ നബിയെ. ബദർ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് കൂടെ ആരും ഉണ്ടായിരുന്നില്ലാത്ത എണ്ണിയെടുക്കാൻ കഴിയുന്ന തുലം വിരളമായ ആളുകളെ കൊണ്ട് മാത്രം യുദ്ധരണാങ്കണത്തിലേക്ക് പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന ആബാലവൃന്ദം വരുന്ന സമൂഹത്തോട് പടപൊരുതി 300 ചില്ലാനം ആളുകൾ പടപൊരുതി വിജയിച്ച് തുച്ഛമായ നഷ്ടത്തോടെ ഒരു വലിയ വിജയത്തെ തീർത്തുകൊണ്ട് കടന്നു വരാൻ സാധിച്ച നബിയെ. അതുപോലെ അങ്ങേക്ക് മനസ്സിന് സമാധാനം വരാൻ, സംതൃപ്തി വരാൻ, ഭാരമിറക്കി വെക്കാൻ. എന്നിട്ടും അല്ലാഹു പറയുന്നത് തൗഫീഖ്, ഇതൊന്നുമല്ല, ഭാരങ്ങൾ നീക്കിയതല്ല, സമാധാനം തന്നത് മാത്രമല്ല, വറഫഅനാ ലക ദിക്റക്, അങ്ങയുടെ പേരിനെ, അങ്ങയുടെ യശസ്സിനെ, അങ്ങയുടെ ഖ്യാതിയെ ലോകത്ത് മുഴുവനും അങ്ങേക്ക് വേണ്ടി വ്യാപിപ്പിച്ചു തന്നില്ലേ നബിയെ. 24 മണിക്കൂറും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എവിടെയെല്ലാം അല്ലാഹുവിനെ ഓർക്കുന്നുവോ അവിടെയെല്ലാം പ്രവാചകനെ ഓർക്കുന്നൊരിടത്തേക്ക് അല്ലാഹുവിനോടൊപ്പം അങ്ങയുടെ പേരിനെ നാം ഉയർത്തിയില്ലേ നബിയെ. ആർക്കാണ് ഹബീബിനെ അറിയാത്തവരുള്ളത്? ലോകത്തിന്റെ ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും മതത്തിന്റെ എതിരാളികൾക്കും അനുയായികൾക്കും അഭിമതനായ ഒരു പ്രവാചകനായി ഖ്യാതിയുള്ളൊരു മഹാനായ ഒരു വ്യക്തിത്വമായി അങ്ങയെ നാം ഉയർത്തിയില്ലേ നബിയെ. ഇത് മൂന്നും അങ്ങേക്ക് തന്ന തൗഫീഖല്ലേ. പിന്നെ ഈ തന്റെ ഭാരത്തെ ഇറക്കി വെച്ചു എന്നുള്ളൊരു നന്മ. ഈ 3 നന്മകളും അള്ളാഹുവിന്റെ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത സൗഭാഗ്യങ്ങളാണ്. എന്നിട്ട് ഈ സൗഭാഗ്യങ്ങളെ പറ്റി മുഫസ്സിരീങ്ങളും അതുപോലെ ഖുർആൻ പണ്ഡിതരും പറയുന്ന കുറെ അധികം വ്യാഖ്യാനങ്ങളിൽ വല്ലാതെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനം ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ സമൂഹത്തിന് ഇത്തരം ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആഴത്തിൽ ആലോചിക്കേണ്ടുന്ന ഒരു വാക്കാണ്. അത് പറയുന്നത് ശറഹുസ്സദറും റഫ്ഉദ്ദിക്റും വവദഅനാക വിസ്റക എന്ന് പറഞ്ഞ ഭാരത്തെ ഇറക്കി വെക്കലും അള്ളാഹുവിന്റെ അടുത്ത് നിന്നൊരു വിശ്വാസിക്ക് കിട്ടണമെങ്കിൽ അത് ചില കടമ്പകൾ അവൻ കടക്കണം. ആ കടമ്പ എന്താ? അവന്റെ ഖ്യാതി നിലനിൽക്കപ്പെടണമെങ്കിൽ മുസ്ലിം സമൂഹം കാലാകാലങ്ങളിൽ അവരുടെ പേര് ഉയരാൻ കാരണം ഇന്നും പലരും ഇസ്ലാമിലേക്ക് കൂട്ടത്തോടെ കടന്നു വരാൻ കാരണം കളിക്കളത്തിൽ പന്തുരുട്ടി നടന്ന ആളുകൾ പോലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മുസ്ലിം സഹോദരന്മാരെ കാണുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അധികമൊന്നും പഠിക്കാതെ ജീവിതം കാണുമ്പോഴേക്ക് ഇതാണ് യഥാർത്ഥ മതമെന്ന് പറഞ്ഞ് കടന്നു വരാൻ അവരെ പ്രേരിപ്പിക്കുന്നതിന്റെ പിന്നിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യം എന്താ? അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധിയാണ്, അവരുടെ ജീവിതത്തിന്റെ നന്മയാണ്. ഇന്ത്യ രാജ്യത്തിലേക്ക് മുസ്ലിങ്ങൾ കടന്നു വന്നപ്പോ, കേരളക്കരയിലേക്ക് മാലിക് ഇബ്നു ദീനാറും കൂട്ടരും കടന്നു വന്നപ്പോ അറിയാവുന്ന ചരിത്രമായ എല്ലാവർക്കും. പക്ഷേ അറിയേണ്ടത് ഒരു മറുഭാഗമാണ് അതിന്റെ. ഈ ആളുകളൊക്കെ ഇവിടെ കടന്നു വന്നപ്പോ എന്തുകൊണ്ടാണ് ഇസ്ലാം ഇവിടെ ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഇവിടുത്തെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ, അവർക്ക് കെട്ടിച്ചു കൊടുക്കാൻ ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ തയ്യാറായത്? മാന്യമായ പെരുമാറ്റം, മാന്യമായ സംസ്കാരം, മഹോന്നതമായ ഒരു ജീവിത രീതി, സംശുദ്ധമായ ആളുകളെ കബളിപ്പിക്കാത്ത ഒരു പെരുമാറ്റ രീതി, ഒരു വഞ്ചനയും ചതിയുമില്ലാത്ത ഇടപാടുകളുടെ സംശുദ്ധമായ ഒരു പ്രതലം. അത് കണ്ടപ്പോ ആർക്കും മതിപ്പ് തോന്നി. അങ്ങനെയല്ലേ ലോകത്ത് പ്രബോധനം നടന്നത്? അങ്ങനെയല്ലേ ഇന്ത്യ രാജ്യത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടായത്? ഇങ്ങനെയൊക്കെ ലോകത്ത് കാണിച്ചൊരു മാതൃകയുണ്ട്. അതെന്താ? റഫ്ഉദ് ദിക്റാണ് ഒരു സമൂഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ പേര്. മുസ്ലിം സമുദായത്തിന് ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാ, പേര് കുറയുന്നു, സൽപ്പേര് കുറയുന്നു. എന്തുകൊണ്ടാണ് സൽപ്പേര് കുറയുന്നത്? പുതുതലമുറയാണ് ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന, പ്രതിനിധാനം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരാണ്. ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളുകളെ പറ്റിയൊന്നും ലോകം അധികം ചർച്ച ചെയ്യുന്നില്ല. ലോകത്തിന് വേണ്ടത് ഈ ഹിറ്റ്ലർ ഒക്കെ പറഞ്ഞതുപോലെ ക്യാച്ച് ദം യങ് എന്നൊക്കെ പറയുന്ന പോലെ ചെറുപ്പക്കാരായി നിൽക്കുന്ന ആളുകളെയാണ് ലോകത്ത് മീഡിയക്ക് വേണ്ടത്, സമൂഹത്തിന് വേണ്ടത്, ചർച്ചക്ക് വേണ്ടത്. അപ്പൊ അവര് ചെയ്യുന്ന ഒരു ന്യൂനപക്ഷം ചെയ്യുന്ന ഏത് പ്രവൃത്തിയും നാടിന്റെ മുമ്പിൽ ഒരു വലിയ വാർത്തയാണ്.
ഏതെങ്കിലും നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ മദ്യപാനം ശീലിച്ചാൽ മതി. അയാൾ നാട്ടിലൂടെ ടൗണിലൂടെ മദ്യപിച്ച് നടന്ന അത് മതി നിങ്ങളുടെ നാട്ടുകാർക്ക് മൊത്തം ചെറുപ്പക്കാരെ കുറ്റം പറയാൻ. ഏതെങ്കിലും ഒരാൾ ഹാൻഡ്സ് വെക്കുന്നത് കണ്ടാ മതി ഇന്നത്തെ ചെറുപ്പക്കാരെ മുഴുവൻ കുറ്റം പറയാൻ. അപ്പൊ ഇന്ന് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ചില രംഗങ്ങൾ, എണ്ണിയെടുക്കാൻ കഴിയുന്ന ഉദാഹരണങ്ങൾ, ആ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് ലോകത്തെ മുഴുവനും ഒരു പ്രതിക്കൂട്ടിലേക്ക് മാറ്റുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ആഴത്തിൽ ആലോചിക്കുക. നമ്മുടെ ഇന്നത്തെ മക്കളെ വെച്ചുകൊണ്ട്, യുവാക്കളെ വെച്ചുകൊണ്ട്, സമൂഹത്തെ വെച്ചുകൊണ്ട്, പുതുതലമുറയെ വെച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ പേര്, ഈ സമുദായത്തിന്റെ ഇസ്സത്ത്, അന്തസ് ഉയർത്താനുള്ള വഴി എന്താ? അതിനുള്ള വഴി റഫ്ഉദ്ദിക്കർ ഉണ്ടാവണമെങ്കിൽ, അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ കഴിയണമെങ്കിൽ, ലോകം മുഴുവനും അവതാളത്തിലാകുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ എല്ലാം സഹിക്കാനുള്ള ഒരു വിശാലത ഉണ്ടാവണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടത് ഒരു കാര്യത്തെ നേരിടാനുള്ള മനസ്സ് വേണം. എന്താ കാര്യം? 3 തലങ്ങളാണ് സമൂഹത്തിന്റെ പുരോഗതിക്കുള്ളത്. ഈ ദിക്ർ ഒരു സമൂഹം സ്മരിക്കപ്പെടണമെങ്കിൽ, ഒരു വ്യക്തി സ്മരിക്കപ്പെടണമെങ്കിൽ 3 ഘട്ടങ്ങളിലൂടെ അയാൾ കടന്നു പോകണം. ഏതാ 3 കാര്യങ്ങൾ? ഒന്നാമത്തത് പ്രൊപ്പഗണ്ട. പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിൽ ആളുകൾ അയാളെ തെറ്റിദ്ധരിക്കും. നിങ്ങളെപ്പറ്റി എനിക്ക് തെറ്റിദ്ധരിക്കാം, എന്നെപ്പറ്റി നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കാം. ഇതൊരു യാഥാർത്ഥ്യമാണ്. തെറ്റിദ്ധാരണയാണ് ഒരു മനുഷ്യൻ വളരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. ഈ സമുദായം വളരുന്നു എന്നുള്ളതിന്റെ ലക്ഷണം എന്താ? ഈ സമുദായം തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു കുടുംബത്തിന് സൽപ്പേര് വരാൻ പോണു എന്നതിന്റെ കാരണം തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളതിന് ആ വാക്ക് അർത്ഥമാക്കുന്നത് പോലെ, അന്വർത്ഥമാക്കുന്നത് പോലെ ഒരു തലമുണ്ട്. തെറ്റായിരിക്കണം ധരിക്കപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. എങ്ങനെ മരിച്ചെന്ന് ചോദിച്ചപ്പോ തരിമൂക്കിൽ കുടുങ്ങിയിട്ട്, മോര് കുടുങ്ങിയിട്ട് മരിച്ചു പോയതാ. അപ്പൊ ഉടനെ അയാൾ ചോദിച്ചു, അല്ല എന്താ ഈ മോര് എന്ന് പറഞ്ഞാൽ? എന്നാലല്ലേ തരിമൂക്ക് കുടുങ്ങിയതിനെ പറ്റി മനസ്സിലാവും. അപ്പൊ ഈ മോര് തൈര് എന്നൊക്കെ പറഞ്ഞ എന്താ? അപ്പൊ ജന്മന കണ്ണു കാണാത്ത ചെറുപ്പക്കാരന്റെ ചോദ്യത്തില് പറഞ്ഞ ആൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ല. അപ്പൊ അയാൾ പറഞ്ഞു, മോര് എന്ന് പറഞ്ഞാലേ ഏതാണ്ട് വെളുത്തിട്ടാണ്, അത് പാല് പോലെയൊക്കെയാണ്. അപ്പൊ ഉടനെ അയാള് കുറച്ചേരം ആലോചിച്ചിട്ട് കണ്ണുവട്ടം ചോദിച്ചു, അല്ല ഈ പാലെന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം അത് മനസ്സിലായാലല്ലേ ഈ മോരെന്താന്ന് മനസ്സിലാവും. അപ്പൊ പാലെന്താണെന്ന് ചോദിച്ചപ്പോ ചില ആളുകളോട് അങ്ങനെ നമ്മൾ പറഞ്ഞാൽ കുടുങ്ങിപ്പോവും. പിന്നെ ഇത് അയാൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ടാവില്ല, പക്ഷെ അയാൾക്കിട്ട് മനസ്സിലാവുകയില്ല. അപ്പൊ പിടിച്ചു വെച്ച് പറയിപ്പിക്കും. അപ്പൊ ഇതുപോലെ ഇയാൾ പറഞ്ഞു കുടുങ്ങി എന്നുള്ള ആൾക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ഈ കണ്ണുവട്ടം ചോദിച്ചു, അല്ല പാല് എന്ന് പറഞ്ഞാൽ എന്താ? 3ാമത്തെ ചോദ്യം. അപ്പൊ കുറെ ആലോചിച്ചിട്ട് ഇയാൾ പറഞ്ഞു, മോനെ അത് വെളുത്തിട്ടാണ് കേട്ടോ, വെളുത്ത നിറാണ് പാലിന്. അപ്പൊ ഈ കണ്ണുവട്ടം കൈ അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു, അല്ല സുഹൃത്തെ, പാല് കാണാത്ത ഞാൻ, മോര് കാണാത്ത ഞാൻ എങ്ങനെ വെളുപ്പ് കാണാ? അപ്പൊ വെളുത്ത എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ലല്ലോ, എന്താ വെളുപ്പ് എന്ന് പറഞ്ഞാൽ? അപ്പൊ കുറെ ആലോചിച്ചിട്ട് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നും കാണാത്ത കണ്ടപ്പോ ഈ സുഹൃത്ത് എന്ത് പറഞ്ഞു അറിയോ? ഇതാ, ഇനി എന്നോട് ചോദിക്കരുത്, ഇത് ഈ രൂപം കണ്ടോ? അത് വെള്ള വയലുകളിലുള്ള ഒക്കെയുള്ള ഒരു വെള്ള കൊക്കുണ്ട്. ആ കൊക്കിന്റെ നിറാണ് വെളുപ്പിന്. വെളുപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരമൊക്കെ ഈ വയലുകളിലും കരകളിലും ഒക്കെ കാണുന്ന, കൃഷിപ്പാടത്തൊക്കെ കാണുന്ന കൊച്ചയുടെ കൊക്കിന്റെ പ്രാവിന്റെ നിറാണ് വെളുപ്പിന്. ഉടനെ ഈ ചെറുപ്പക്കാരൻ ഇവന്റെ ഒരു അടി കൊടുത്തിട്ട് പറഞ്ഞു, അല്ലേ സുഹൃത്തെ, പാല് കാണാത്ത, മോര് കാണാത്ത, വെളുപ്പ് കാണാത്ത ഞാൻ എങ്ങനെ വയലിൽ രാവിലെയും വൈകുന്നേരം വരുന്ന കൊക്കിനെ കാണാ, പക്ഷിനെ കാണാ? ഈ പ്രാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൊക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഉടനെ ഈ ചെറുപ്പക്കാരൻ അവസാനം അരിശമൂത്തിട്ടൊരു മറുപടി പറഞ്ഞു. കൈ ഇങ്ങനെ വലിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി വർത്താനില്ല, തൊട്ടു വെക്കാൻ പറഞ്ഞു. ഈ വളഞ്ഞു പൊളഞ്ഞു നിൽക്കുന്ന കൈയിന്റെ മുഷ്ടി, ഈ ചുരുണ്ടി നിൽക്കുന്ന കൈയിന്റെ ഭാഗം ഒന്ന് തൊട്ടു വെക്കാൻ പറഞ്ഞു. അപ്പൊ അയാൾ ഇങ്ങനെ തടവി നോക്കിയിട്ട് പറഞ്ഞു, ഏതാണ്ട് ഈ രൂപാണ് വയലിൽ കാണുന്ന കൊക്കിന് ആ വെള്ളപ്രാവിന്, ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു നിൽക്കുന്ന കൊമ്പൊക്കെ ആയിട്ടുള്ള രൂപം. അപ്പൊ ഉടനെ ഇത് കണ്ടോ, ഇന്ന് തടവി നോക്കി ഉടനെ ഈ കണ്ണുപൊട്ടം പറഞ്ഞു അത്രേ, ഓ ഇങ്ങനെയാണെങ്കിൽ മൊയ്തീൻക മാത്രല്ല ആരും മരിക്കും മോര് കുടിച്ചാൽ തൊണ്ട കുടുങ്ങിയിട്ട്, അല്ലെങ്കിൽ തരിമൂക്ക് കുടുങ്ങിയിട്ട്. കാരണം എന്താ? ഈ ജാതി വളഞ്ഞ സാധനമാണ് മോര്. ഇങ്ങനെ വയലിലെ കൊക്കിനെ പോലെ വളഞ്ഞു പൊളഞ്ഞു നിൽക്കുന്ന ഒരു രൂപമാണ് മോര്. ഇതുപോലെ അന്ധകാര പ്രാന്തരത്തിൽ അന്തരെ അന്തർനയിപ്പു, എങ്ങോട്ടെന്നോ എവിടേക്കെന്നോ സ്വയം ഹന്ത വിവരമില്ലാതെ അന്ധകാര പ്രാന്തരത്തിൽ അന്തരെ അന്തർനയിപ്പു. ഇരുട്ട് മൂടിക്കിടക്കുന്ന രാത്രിയിൽ കണ്ണുപൊട്ടനായി ഒരു മനുഷ്യന്റെ കൈയും പിടിച്ച് മറ്റൊരു കണ്ണുപൊട്ടൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു കണ്ണുള്ളവർക്ക് പോലും രാത്രിയിൽ കണ്ണ് കാണില്ല വെളിച്ചമില്ലാതെ.
അങ്ങനെയുള്ള ഒരു കാലത്ത് കണ്ണുപൊട്ടനായ ഒരു മനുഷ്യന്റെ കയ്യും പിടിച്ചിട്ട് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം, നീ എന്നെയും കൊണ്ടാക്കണമെന്ന് പറഞ്ഞ് വയലും കഴിഞ്ഞ് പോകുമ്പോ രണ്ട് കണ്ണുപൊട്ടന്മാര് കൈ പിടിച്ചു പോവാൻ നിങ്ങൾ കൂക്കി വിളിച്ചിട്ട് പറയും ഇതുവരെ കണ്ണിനായിരുന്നു പ്രശ്നം, ഇപ്പൊ തലക്കും തുടങ്ങി. കാരണം അവർക്ക് പോകാൻ കഴിയില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ആളുകൾ പോണത് എങ്ങോട്ടാ? അന്ധകാര പ്രാന്തരത്തിൽ അന്തരേ അന്തർനയിപ്പു, എങ്ങോട്ടെന്നോ എവിടേക്കെന്നോ സ്വയം ഹന്താ വിവരമില്ലാതെ അന്ധകാര പ്രാന്തരത്തിൽ അന്തരേ അന്തർനയിപ്പു. എവിടേക്കാണ് പോണ്ടതെന്നറിയാത്തൊരു തലമുറ. ആ തലമുറയെ പിടിച്ചു കൊണ്ടുപോകുന്നതായിട്ട് ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു സമൂഹം. ഇവിടെയാണ് തെറ്റിദ്ധാരണകളുടെ ശക്തിയേറുന്നതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. സമൂഹത്തിൽ ഇന്നുള്ളത് അത്രയും ഇസ്ലാമിനെ പറ്റി സൽപ്പേരല്ല, മതങ്ങളെ പറ്റി സൽപ്പേരല്ല. എല്ലാ മതങ്ങളെ പറ്റിയും ലോകത്ത് പ്രചരിക്കപ്പെട്ടത് തെറ്റിദ്ധാരണകളാണ്. ആ മതങ്ങളെയൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി വളരെ മോശപ്പെട്ട രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയുള്ള കുൽസിത ശ്രമങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത്. ഇസ്ലാമിനതാ, ഹൈന്ദവ മതത്തിനതാ സംഭവിച്ചത്, ക്രൈസ്തവ മതത്തിനതാ സംഭവിക്കുന്നത്. എല്ലാ മതങ്ങളെയും ലോകത്തിന്റെ മുന്നിൽ മതങ്ങളെ മുഴുവനും പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരു വ്യഗ്രത, ഒരു ശ്രമം ലോകത്തിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇവിടെ യാഥാർത്ഥ്യങ്ങൾ ഇസ്ലാമിക സംസ്കാരം പഠിപ്പിക്കുന്നത് തെറ്റിദ്ധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തരിയല്ല. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. പ്രവാചകൻ കടന്നു വന്ന ഉടനെ ലോകം മുഴുവൻ വിചാരിച്ചത് ഇത് ലോകത്തെ മുഴുവനും തകർക്കാൻ വന്ന, ഗോത്രങ്ങളെ തമ്മിലടിപ്പിക്കാൻ വന്ന, കുടുംബത്തെ തെറ്റിപ്പിക്കാൻ വന്ന ക്രൂരനായ ഒരു കലാപകാരിയാണെന്ന. പ്രവാചകൻ അത്രമേൽ വിശുദ്ധനല്ലാത്ത, നാട്ടിനെ മുടിപ്പിക്കാൻ വന്ന മുടിയനായ പുത്രനായിട്ടാണ് അങ്ങനെ കണ്ടിരുന്നു ഹബീബിനെ. അങ്ങനെയാണല്ലോ നിങ്ങളറിയും, ആദ്യത്തെ കൊല്ലം ഹജ്ജിന് വന്നപ്പോ മദീനയിൽ നിന്ന് ആളുകൾ വന്നപ്പോ അവരോട് പറഞ്ഞു അത്രേ, ആ പ്രദേശത്തെ ഗോത്രത്തലവന്മാരൊക്കെ പോയി പറഞ്ഞു, ഈ നാട്ടിൽ മുഹമ്മദ് എന്ന് പറഞ്ഞൊരാളുണ്ട്, നിങ്ങൾ കാണാൻ പാടില്ല, നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല, അയാളുടെ അനുയായികൾ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ല. കാരണം എന്താ? ഇവിടുത്തെ ഗോത്രങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു മുടിയനായ പുത്രനാണ് അയാൾ. അയാൾ വളരെ കപടമായ ഒരു മതത്തെയും കൊണ്ട് വന്നിരിക്കുകയാണ് ഇസ്ലാം എന്ന പേരിൽ. നിങ്ങൾ അയാളുടെ പുറകെ പോവരുത്. നിങ്ങളറിയോ, ആദ്യത്തെ കൊല്ലത്തെ ഹജ്ജിന് വന്ന ആളുകളിൽ ഒരാൾ പോലും അങ്ങോട്ട് പോയില്ല. പ്രവാചകൻ അന്വേഷിച്ചില്ല, മുഹമ്മദിന്റെ അനുയായികൾ പറഞ്ഞത് കേട്ടില്ല, തിരിച്ചുപോയി ഹജ്ജും കഴിഞ്ഞിട്ട്. രണ്ടാമത്തെ കൊല്ലം ഹജ്ജിന് വന്നു. ഹജ്ജിന് വന്നപ്പോ നിങ്ങൾ അറിയുമോ ആദ്യം അവർ അന്വേഷിച്ചത് ആരെയാണെന്ന്? ആ രണ്ടാമത്തെ കൊല്ലം പ്രവാചകനെ കുറിച്ച് തെറ്റിദ്ധാരണ പറഞ്ഞിരുന്ന നാട്ടിലേക്ക് അവർ കടന്നു വന്നപ്പോ ഉടനെ അവർ പോയത് ഇന്നും മുഹമ്മദ് ഈ നാട്ടിലുണ്ടോ എന്ന അന്വേഷണത്തിലേക്കാണ്. ആ മുഹമ്മദ് നബിയുടെ അനുയായികൾ ഇന്നും ഈ മക്ക രാജ്യത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടും അവർക്ക് ശക്തിയുണ്ടോ? അവർക്ക് എണ്ണം കൂടിയിട്ടുണ്ടോ? ആള് കൂടിയിട്ടുണ്ടോ? അഭിപ്രായം മാറിയിട്ടുണ്ടോ? ആളുകളുടെ ഇപ്പോഴത്തെ അഭിപ്രായം എന്താ? ആ മതത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? ആ പ്രവാചകനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ആളുകൾ ചികഞ്ഞ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോ അവിടെവിടെയായി ചില വാർത്തകൾ കേട്ടു. പറഞ്ഞതുപോലെയല്ല, കഴിഞ്ഞ വർഷം കേട്ടതുപോലെയല്ല. മുഹമ്മദ് മാന്യനാണ്, ഏറ്റവും നിപുണനാണ്, ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും സംശുദ്ധമായ വ്യക്തിത്വമുള്ളയാളാണ്, നല്ല ചെറുപ്പക്കാരനാണ്, ജീവിതത്തിൽ വിശുദ്ധി കാണിക്കുന്ന ചെറുപ്പക്കാരനാണ്, വഞ്ചനയില്ലാത്തവരാണ്, ചതിയില്ലാത്തവരാണ്, നുണ പോലും പറയാത്തവരാണ്.